രണ്ടു മാസം മുമ്പ് എം.എൽ.എ. ഉദ്ഘാടനം ചെയ്ത റോഡ് വിണ്ടുകീറി അപകടാവസ്ഥയിലാണ്. ശ്രീകണ്ഠപുരം നഗരസഭയിലെ കണിയാർ വയൽ വാർഡിൽ ഓടച്ചം വയൽ വഞ്ഞൂർ റോഡാണ് അപകടാവസ്ഥയിൽ ആയിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പേ ഈ റോഡിൽ വിണ്ടുകീറിയിരുന്നതായും നാട്ടുകാർ പറയുന്നു. ഓടച്ചം വയൽ വഞ്ഞൂർ റോഡ് ഇത് ശ്രീകണ്ഠപുരം നഗരസഭയിലെ 22-ാം വാർഡ് കണിയാർ വയൽ വാർഡിൽ ഇരിക്കൂർ എം.എൽ.എ. അഡ്വക്കേറ്റ് സജീവ് ജോസഫ് എം.എൽ.എയുടെ ആസ്തി വികസന ഫണ്ടിൽ 2 മാസം മുമ്പ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയ റോഡാണ്. 60 ദിവസം പിന്നിട്ടതോടെ ഈ റോഡിൽ വലിയ വിള്ളൽ വീണ് അപകടാവസ്ഥയിലാണ്. മടമ്പം, വയക്കര, കാഞ്ഞിലേരി, കണിയാർ വയൽ തുടങ്ങിയ ഭാഗങ്ങളിലേക്ക് എളുപ്പം പോകാൻ സാധിക്കുന്ന ഒരു റോഡ് കൂടിയാണിത്. മാസങ്ങൾക്ക് മുമ്പ് വലിയ തോതിൽ എം.എൽ.എയുടെ സാന്നിധ്യത്തിൽ ഉദ്ഘാടനം നടത്തിയ ഈ റോഡ് ഇന്ന് സ്കൂൾ വിദ്യാർത്ഥികൾക്കും നാട്ടുകാർക്കും വാഹനങ്ങൾക്കും വലിയ അപകടഭീതിയാണ് സൃഷ്ടിക്കുന്നത്. ടാറിംഗ് ഭാഗം വലിയ വിള്ളലാണ് ഈ റോഡിൽ രൂപപ്പെട്ടിരിക്കുന്നത്. ഉദ്ഘാടനത്തിന് മുമ്പേ റോഡിൽ വിള്ളൽ രൂപപ്പെട്ടതായും പിന്നീട് പൊടികൾ ഇട്ട് ഈ റോഡ് പ്രവൃത്തി ഉദ്ഘാടനം നടത്തിയതായും നാട്ടുകാർ പറയുന്നു. ഇത് ഉദ്ഘാടനത്തിന് മുമ്പേ ഇത് ചെറിയ വിള്ളൽ വന്നു. അതിന് ശേഷമാണ് ഇപ്പം വലിയ ഉദ്ഘാടനം കഴിഞ്ഞ ശേഷം വലിയ കഴിഞ്ഞു. അപ്പോൾ അവർ ഇത് എന്തോ പൊടിയോ എന്തോ കൊണ്ടുവിട്ടിട്ട് ഇതൊന്ന് അടച്ചു വെച്ചു. അങ്ങനെ ഇതില്ലേ. ഇതാണെങ്കിൽ ഒരു 100-120 സ്കൂൾ പിള്ളേർ നടന്നു പോകുന്ന വഴിയായത്. കാനലേരി തൊട്ട് ബാലങ്കേരി, കാനലേരി ഉള്ള ആൾക്കാർ മർമ്മം നീലാൻഡ് സ്കൂളിലേക്ക് പോകുന്ന വഴിയായത്. ഇത് 22-ാം വാർഡ് ശ്രീനാഥ് മുനിസിപ്പാലിറ്റി 22-ാം വാർഡ് എം.എൽ.എ. റോഡ്. എം.എൽ.എ. 10 ലക്ഷം ഉറുപ്പിക കൊടുത്തിട്ട് ആക്കിയ റോഡായി. അത് ആടം വരെ ഉള്ളൂ. 500 മീറ്റർ, 514 അങ്ങനെ ചെറിയൊരു മീറ്റർ. 500 ലേശം കൂടി ഉണ്ട്. ഇനി ഇവിടുന്ന് അങ്ങോട്ട് നാട് ചെയ്യാനുമുണ്ട് കുറച്ച്. അത് വഴിയെല്ലാം ഇത് ഇങ്ങനെയുള്ള ഇതാണ്. ഇല്ല, അന്നേരമൊന്നുമില്ല. ഈ കാറ് ചെയ്യുമ്പോൾ ചെളിയായിട്ടുള്ള ഒരു കാരണം. അത് പിന്നെ മണ്ണെല്ലാം എടുത്ത് ലെവൽ ചെയ്ത് ഇത് ലേശം ഇത് അങ്ങോട്ട് ഉള്ള ആ കയറ്റവും ഇതായിട്ടുള്ളൂ ഉണ്ടായിരുന്നുള്ളൂ. ആള് ഒരു ബൈക്ക് കാരണം ഞാൻ കണ്ടിട്ടുണ്ടെങ്കിൽ ബാക്കി ഉണ്ടാവില്ല. ഇതിലെ കൂടെ എളുപ്പ വഴിയാണ്. ശ്രീകണ്ഠപുരത്തേക്കും പോകാൻ നമ്മുടെ കല്യാണ വഴി ചുറ്റി ഇങ്ങനെ പോകണ്ട, എളുപ്പമാക്ക റൂട്ടായത്. ഈ റോഡുമായിട്ട് ആശ്രയിക്കുന്ന ഒരു 10-40 കുടുംബം ഉണ്ടാവും. ഇങ്ങനെ അങ്ങോട്ട് ബഞ്ഞൂർ ഭാഗം എല്ലാവരും കൂടെ ആകുമ്പോൾ ബഞ്ഞൂറിന് നോക്കാൻ കൂടി തൊട്ടപ്പുറം ബഞ്ഞൂറാണ്. ഇത് വയസ്സിലാണ്. പുഴക്കരയിലൂടെ പോകുന്ന റോഡിൻ്റെ ഭാഗം സംരക്ഷണ ഭിത്തി നിർമ്മിച്ചില്ലെങ്കിൽ ഈ റോഡ് ഏത് നിമിഷവും ഇടിഞ്ഞ് പുഴയോട് ചേർന്നേക്കാം. മുളയും മറ്റും നാട്ടുകാർ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ടെങ്കിലും ഈ ഭാഗങ്ങൾ മണ്ണിടിച്ചിൽ ഭീതിയിലാണ്. വാഹന ഗതാഗതം ഉൾപ്പെടെ ഇതുവഴിയുള്ള സ്കൂൾ കുട്ടികളുടെ വാഹനങ്ങളും ഇപ്പോൾ പോകാൻ കഴിയാതെ അപകടഭീതി നിലനിൽക്കുകയാണ്.